അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും സമ്പന്നനാകണം, സമ്പത്ത് വർദ്ധിക്കണം, ബർക്കത്തുള്ള സമ്പാദ്യം ലഭിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ സമ്പന്നനാകാനും നമ്മുടെ ധനം കുന്നുകൂടാനും എല്ലാമായിട്ട് ഒരു ദിക്ർ പറഞ്ഞു തരാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചൊല്ലാൻ നാവിന് ഒരു പ്രയാസവും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് ചൊല്ലും ചെയ്യാം. ഗുണങ്ങളാണെങ്കിൽ ഒരുപാടുള്ളൊരു ദിക്റാണിത്. നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാന്, കടങ്ങൾ പെട്ടെന്ന് വീടി കിട്ടാന്, ബിസിനസ് ഉയരാന്, എല്ലാത്തിനും നല്ല ഒരു ദിക്റാണിത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് വർദ്ധിക്കും എന്നത് ഞാൻ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. ഇത് ചൊല്ലിയിട്ടും നിന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. അത്രക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയാണ്, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇത് ഹലാലായ സമ്പത്തിനെ നമുക്ക് വർദ്ധിപ്പിക്കാനും ഉള്ള സമ്പത്തിൽ നമുക്ക് ബർക്കത്തേകാനും എല്ലാം ഫലപ്രദമായിട്ടുള്ളൊരു ദിക്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മളെ ചാനലിൽ ഒരു ഗിവ് അവേ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നറെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് സെലക്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. ആ വീഡിയോയിലൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊന്ന് നമ്മളൊരാളെ സെലക്ട് ചെയ്ത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷം 100 തവണ പതിവാക്കുക. 100 തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടല്ല നമ്മളിത് ചൊല്ലേണ്ടത്. നമ്മുടെ നാഥിന് വേണ്ടിയിട്ട് നമ്മളിത് ആത്മാർത്ഥമായിട്ട് നല്ല നിയത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലാൻ തുടങ്ങണം. ഇതിങ്ങനെ നിങ്ങൾ സുബ്ഹി നമസ്കാര ശേഷം എല്ലാ ദിവസവും പതിവാക്കി വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. നല്ല സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. ഹലാലായ മാർഗത്തിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും പറയാ, നമ്മൾ ചൊല്ലുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ട് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.